ഉന്നാവോ അതിജീവിത 2017 ജൂൺ 4 ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ 17 വയസ്സുകാരിയെ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തത്. കേസിന്റെ നാൾ വഴി ഓർക്കുന്നത് പോലും നെഞ്ചിടിപ്പിക്കും. ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പെൺകുട്ടിയുടെ അച്ഛൻ കൊല്ലപ്പെട്ടു. പ്രതിയുടെ സഹായിയുടെ ട്രക്ക് പെൺകുട്ടിയുടെ കാറിലേക്ക് ഇടിച്ചു കയറി. അവരുടെ 2 ഉറ്റ ബന്ധുക്കൾ മരിച്ചു. അന്ന് അഭിഭാഷകന് പരിക്കുപറ്റി. പെൺകുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. ഇങ്ങനെ സാഹസികമായ പോരാട്ടമായിരുന്നു. ഒടുവിലാണ് 2019 ഡിസംബറിൽ പ്രതിയായ മുൻ BJP MLA കുൽദീപ് സിംഗ് സെങ്കാറിനെ ജീവപര്യന്തം ശിക്ഷിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി കുൽദീപ് സിംഗ് സെങ്കാറിന്റെ ശിക്ഷ മരവിപ്പിച്ചു. പിന്നോട്ട് പോകാൻ അവൾ തയ്യാറായില്ല, പ്രതിഷേധിച്ചു. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ അവളും അമ്മയും അഭിഭാഷകയും കുത്തിയിരുന്നു. അവിടെയും അവളെ തോൽപ്പിക്കാനായിരുന്നു പോലീസിന് താല്പര്യം. അവളെയും അമ്മയെയും വലിച്ചിഴച്ച് ബലമായി ബസ്സിൽ കയറ്റി. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കസ്റ്റഡിയിലെടുത്തു അവളെ CRPF ഉദ്യോഗസ്ഥർ. അതിജീവിതയുടെ അമ്മയെ മർദ്ദിച്ചു. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ യോഗി സർക്കാരിലെ മന്ത്രി ഓം പ്രകാശ് രാജ്ഭറിന് പുച്ഛമാണ്, പരിഹാസമാണ്. लेकिन पुलिस उनके पीड़िता और उनके साथ वालों को उठा ले गई इंडिया गेट से। धरना दे रहा दिल्ली में। घर तो उनका उन्नाव है, घर तो उनका उन्नाव है दिल्ली से। എന്തിന് ഇന്ത്യ ഗേറ്റിൽ പോയി പ്രതിഷേധിച്ചു? ഉന്നാവോയിൽ അല്ലേ വീടെന്ന് പറഞ്ഞാണ് ആ വഷളൻ ചിരി. ഈ ശുഷ്കാന്തി പ്രതിയുടെ കാര്യത്തിലുണ്ടോ? ആരോഗ്യ പ്രശ്നം പറഞ്ഞ് സമർപ്പിച്ച ഹർജിയിലാണ് ജീവപര്യന്തം മരവിപ്പിച്ച് ജാമ്യം നൽകിയത്. 2 ഉപാധികൾ. ഡൽഹിയിൽ തുടരണം. അതിജീവിത താമസിക്കുന്ന സ്ഥലത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ പോകാൻ പാടില്ല. ഇന്നലെ അവൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കണ്ടു, രാഹുൽ ഗാന്ധിയെ. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയതാണോ അവളുടെ തെറ്റെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പരമോന്നത കോടതിയിലാണ് ഇനി ഏക പ്രതീക്ഷ.